ഏവർക്കും നമസ്കാരം, സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപ് ഏവരുമായി പങ്കിട്ട വീഡിയോ, ഞായറാഴ്ച രാവിലെയുള്ള ഉത്ബോധനം, സൺഡേ സെർമൺ. അതിന് ഞാൻ ആധാരമായി ഉപയോഗിച്ചത് തിന്മയെ ചെറുക്കരുത്, അതിന് പകരം തിന്മയെ നന്മ കൊണ്ട് അതിജീവിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന യേശുവിൻ്റെ നിലപാടിനെ ആസ്പദമാക്കിയുള്ള ചിന്തകളാണ്. ഇത് സംബന്ധമായി അനേക പ്രതികരണങ്ങൾ ലഭിക്കുവാനിടയായി. അത് പ്രധാനമായും ഏവർക്കും പ്രതീക്ഷിക്കാവുന്നതുപോലെ 2 തുലവും വ്യത്യസ്തമായ അർത്ഥത്തിലും സ്വരത്തിലും ടോണിലുമുള്ളതാണ്. ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രതികരണങ്ങൾ ഈ ആശയം വളരെ ശ്രദ്ധേയമാണ് എന്നും ഇതിനോട് ആത്മീയമായി പൊരുത്തപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നും സൂചിപ്പിക്കുമ്പോൾ, മറ്റുള്ള പ്രതികരണങ്ങൾ ഇത് താത്വികമായി ശരിയാണെങ്കിലും പ്രാവർത്തികമായി ഒരിക്കലും പ്രയോജനപ്പെടുത്താവുന്നതല്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും ഈ കാലത്ത് സാധ്യമല്ല, അങ്ങനെ ചിന്തിക്കുന്നത് ഒരു മൗഢ്യമാണ് എന്ന ചിന്താഗതി. ഞാൻ ആദ്യമേ തന്നെ സത്യമായി പറയട്ടെ, ഞാൻ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു എന്ന സത്യം. എന്നാൽ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എല്ലാവരുടെയും അഭിപ്രായത്തോട് ഒരുപോലെ സമരസപ്പെടുവാനോ അതിനോട് യോജിക്കുവാനോ കഴിയുകയില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് എല്ലാവരുടെയും അഭിപ്രായത്തെ ഞാൻ വിലമതിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. ഞാൻ എല്ലാവരെയും വിലമതിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവർക്കും ദൈവം കൽപ്പിച്ചിരിക്കുന്ന മാന്യതയെയും വിലയെയും ഞാൻ അധികമായി സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതിൻ്റെ മുമ്പിൽ എൻ്റെ തല വണക്കുന്നു. ഇത് എൻ്റെ ജീവിത പ്രമാണമാണ്. ഞാൻ ചില സാഹചര്യങ്ങളിൽ ചിലരെടുക്കുന്ന നിലപാടുകളോട് ശക്തമായുള്ള വിയോജിപ്പ് അറിയിക്കാറുണ്ട്. ആ സമയത്തും ആ വ്യക്തികളോട് ഒരു വിധത്തിലുമുള്ള വെറുപ്പോ വൈരാഗ്യമോ ഇല്ല എന്നുറപ്പാക്കിയിട്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് എന്ന് സൂചിപ്പിക്കട്ടെ. എന്നാൽ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത്, ആരെങ്കിലും നമ്മോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ ഉടനെ അവൻ തൻ്റെ ശത്രുവാണ് എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അത് ശത്രുത്വത്തെ നിലനിർത്തുവാനും അതിൻ്റെ വ്യാപ്തി തോത് കൂടുതൽ വർദ്ധിപ്പിക്കാനും മാത്രം സഹായിക്കും. അതൊന്നിനും ഒരു പോംവഴിയല്ല എന്ന് ഹ്രസ്വമായി ഒന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ഈ തരുണത്തിൽ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇത് സംബന്ധമായി തുടർന്നുള്ള ചിന്തകൾ അറിയിക്കുവാനുള്ള ഒരു കടപ്പാട് ഈ പ്രതികരണത്തിൽ കൂടെ വെളിപ്പെട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രാരംഭത്തിൽ ഞാൻ ഒരു പ്രാവർത്തികമായ നിർദ്ദേശം, ഒരു പ്രാക്ടിക്കൽ ഐഡിയ സജസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് ഏവർക്കും അല്പം മൗനമായിരുന്ന നമ്മുടെ ജീവിതകാലത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഒരു സന്ദർഭത്തിൽ, അവസ്ഥയിൽ തിന്മയെ തിന്മ കൊണ്ട് എതിർത്ത് വിജയിച്ച അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിച്ച ഏതെങ്കിലും ഒരു സംഭവം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. തിന്മയെ നന്മ കൊണ്ട് അതിജീവിക്കുന്നതിന് പകരം തിന്മയെ തിന്മ കൊണ്ട് ചെറുക്കുകയും പരാജയപ്പെടുത്തുകയും അതുമൂലം പ്രശ്നങ്ങൾ പരിഹരിക്കുകയും സാഹചര്യം മെച്ചപ്പെടുത്തുകയും ചെയ്ത ഏതെങ്കിലും ഒരു അനുഭവമോ ഉദാഹരണമോ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമാണോ? പിന്നെ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ പഠിപ്പീരുകൾ തികച്ചും അസ്ഥാനത്താണ്? ഈ സമയത്ത് ഞാൻ പെട്ടെന്ന് സൂചിപ്പിക്കട്ടെ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ ഒരാശയവും എൻ്റേതല്ല, വ്യക്തമായി ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും പലരും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ടാണ് കാണുന്നത്. അത് ഞാൻ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് ഇപ്രകാരമുള്ള പഠിപ്പീരുകളെ ആസ്പദമാക്കി ക്രമീകരിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ അതിൻ്റെ ആധാരം യേശുവിൻ്റെ കാഴ്ചപ്പാടാണ്. അത് എന്നെ നന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിനകത്തെ വാസ്തവം. അപ്പോൾ
ഈ ഒരു വിഷയത്തിൽ നാം എടുക്കുന്ന നിലപാട് ഏതെങ്കിലും ഒരു അനുഭവത്തിൽ കൂടെയോ നമുക്കറിയാവുന്ന ഉദാഹരണത്തിൽ കൂടെയോ നാം അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടല്ല, പിന്നെയോ എങ്ങനെയോ നാം പ്രാപിച്ച ഒരു അഭിപ്രായം, മറ്റുള്ളവരിൽ നിന്ന് കേട്ട ചില നിലപാടുകൾ, അല്ലെങ്കിൽ എല്ലാവരും വെച്ച് പുലർത്തുന്ന സങ്കല്പങ്ങൾ ഞങ്ങളും ഞങ്ങളുടേതാക്കുന്നു എന്ന വിധത്തിൽ മാത്രമാണ് ഈ ഒരു വിഷയത്തിലും ഇതിന് സമാനമായ എല്ലാ ആത്മീയ വിഷയങ്ങളിലും ആളുകൾ നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ഒരു പഠിപ്പിലും പ്രാവർത്തികമല്ല എന്നതാണ് ക്രിസ്ത്യാനിയുടെ ഇന്നത്തെ സത്യസന്ധമായ നിലപാട്. അത് വ്യക്തിപരമായി ക്രിസ്തീയ വിശ്വാസികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ഉൾപ്പെട്ടിരിക്കുന്ന സഭകളിൽ ആരും അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല എങ്കിലും ഇതേ സങ്കല്പം അനുസരിച്ച് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നയിക്കപ്പെടുന്നത്, കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നാണ് എൻ്റെ സത്യം. നമുക്ക് ആർക്കും തന്നെ സഭകളോടുള്ള നമ്മുടെ ബന്ധത്തിൽ, എനിക്ക് സഭകളോട് നൂറ്റാണ്ടിൻ്റെയെങ്കിലും ബന്ധമുണ്ടായത് നിങ്ങൾക്കറിയാം. ഈ കാലം അത്രയും ഏതെങ്കിലും ഒരു യഥാർത്ഥ പ്രശ്നം വരുമ്പോൾ യേശുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആദർശങ്ങൾ അനുസരിച്ച് വേണം ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ കൈകാര്യം ചെയ്യുന്നത് യുക്തമാണ്, അഭികാമ്യമാണ് എന്ന് കരുതുന്ന ഒരു അനുഭവവും ഒരു സഭയോടുള്ള ബന്ധത്തിലും എനിക്കുണ്ടായിട്ടില്ല. നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. നമുക്ക് ഈ ഒരു മാധ്യമത്തിൽ കൂടെ മറ്റുള്ളവരെ അത് അറിയിക്കുവാൻ ഇടയാകും. അത് അറിയിക്കാനുള്ള കടമ നമുക്കുണ്ട്. കാരണം എൻ്റെ അഭിപ്രായം 100% യാഥാർത്ഥ്യങ്ങളുടെ പൂർണ്ണരൂപമാകണമെന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം അതുപോലെ എൻ്റെ അനുഭവം വളരെ പരിമിതമായ എൻ്റെ അനുഭവം, എല്ലാ വ്യക്തികളുടെയും അനുഭവം വളരെ പരിമിതമാണ്. പക്ഷേ എൻ്റെ അനുഭവത്തോട് സത്യസന്ധത പാലിച്ചുകൊണ്ടാണ് ഞാനെൻ്റെ നിലപാടുകൾ എവരുമായി പങ്കിടാറുള്ളത്. അതിൽ നിന്ന് വേറിട്ട അഭിപ്രായങ്ങളും അനുഭവങ്ങളും മറ്റുള്ളവർക്ക് കാണും എന്നതിനൊരു വലിയ മാർജിൻ ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഉള്ളവർ ദയവായി വളരെ സ്വതന്ത്രമായി, സത്യസന്ധമായി, തുറന്ന മനസ്സോടെ, നമുക്കാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു ചെറിയ മാധ്യമത്തിൽ കൂടെ നമുക്ക് ആളുകളോട് പങ്കിടുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാവുന്നൊരു ചരിത്രമുണ്ടല്ലോ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടും എന്തായിരുന്നു? അഹിംസ എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞതിൻ്റെ മറ്റൊരു വാക്കാണ്. തിന്മയെ നന്മ കൊണ്ട് അതിജീവിക്കുന്നതിൻ്റെ പേരാണ് അഹിംസ. തിന്മ എന്താണ്? അക്രമത്തിൽ വിശ്വസിക്കുന്ന ഒരു ജീവിത ശൈലി, ഒരു സാംസ്കാരികമായ കാഴ്ചപ്പാട്, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രവൃത്തികൾ, പ്രത്യേകിച്ച് ചില ആളുകൾ മേൽക്കോയ്മ അനുഭവിക്കാൻ അർഹതയുള്ളവരും ബാക്കിയുള്ളവർ അവരുടെ സ്വൽപ്പടിയിൽ അവരുടെ അടിമകൾ എന്നോണം കഴിയണം എന്നൊരു വ്യവസ്ഥിതി സൃഷ്ടിക്കുന്നതാണ് ഈ തിന്മ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അടിമത്തം, ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ അടിമത്തം. അങ്ങനെ ദീർഘനാൾ അടിമകളായി കഴിയേണ്ട ഗതികേട് ഭാരതീയരെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സ്വച്ഛാധിപത്യം എന്ന് പറയുന്ന തിന്മയെ, അത് തിന്മയാണ് എന്നതിനെപ്പറ്റി നമുക്ക് രണ്ട് അഭിപ്രായമില്ല. അതിനെ ഗാന്ധി എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്, അതിജീവിച്ചത്? സുഭാഷ് ചന്ദ്രബോസും ശ്രമിച്ചു, ഗാന്ധിയും ശ്രമിച്ചു. രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളാണെന്ന് നമുക്കറിയാം. ഇതിലേതാണ് വിജയിച്ചത്? കയ്യൂക്ക് കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി ഭാരതത്തിന് സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യാമെന്ന് അന്ന് കഴിയുമായിരുന്നു നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട്? എന്നാൽ അന്നും ആളുകൾ വിചാരിച്ചിരുന്നു ഗാന്ധിയുടെ മാർഗം വളരെ ദോഷത്തരമാണ്, ഇങ്ങനെ അഹിംസയൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാകുകയില്ല, കുറച്ച് ബോംബ് പൊട്ടിക്കണം, കുറച്ച് വെള്ളക്കാരെ കൊല്ലണം. അങ്ങനെ ശ്രമിച്ച ആളുകളും ഉണ്ടായിരുന്നു. അവരെ നമ്മൾ വീരശൂര പരാക്രമികളായിട്ട് അറിയുന്നുമുണ്ട്. പക്ഷേ സത്യമായി പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഭാരതത്തിന് ഇന്നുമുള്ള മഹനീയമായ സ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യേശുവിൻ്റെ ആദർശത്തെ രാഷ്ട്രീയമായി അർത്ഥവത്തായി പ്രയോഗിച്ച ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ തേരുതെളിച്ച ഒരു വലിയ മഹാത്മാവ് നമുക്കുണ്ടായിരുന്നു എന്നത് തന്നെയാണ്. ആ മഹാത്മാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഭാരതത്തെ നയിക്കുന്നവർ
വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് കൊണ്ടാണ് ഈ വലിയ കർത്തവ്യം നിർവഹിക്കുന്നത്. അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായ അനുഭവത്തിൽ കൂടെ അറിയുവാനുള്ള അവസരങ്ങളുണ്ട്. ഞാനായിട്ടത് കൂടുതൽ എടുത്തു പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഏതാണ് നല്ല ഫലം പുറപ്പെടുവിക്കുന്നത് എന്ന് ഒരു നിഗമനത്തിലെത്തുവാൻ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇതാണ് എനിക്ക് രണ്ടാമതായിട്ട് പറയാം. ആദ്യമേ ഞാൻ പറഞ്ഞു, നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ തിന്മയെ തിന്മ കൊണ്ട് എതിർത്ത് പ്രശ്നം പരിഹരിച്ചതായ ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? ഉണ്ടെങ്കിൽ അത് ദയവായി അറിയിക്കുക. രണ്ടാമതായി, ഇങ്ങനെ ഒരു വലിയ ഉദാഹരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഗാന്ധിയാണ് ഭാരതത്തിന്റെ ശാപം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഗോഡ്സെയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ യഥാർത്ഥത്തിലുള്ള പരമാത്മാവ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്, സമ്മതിക്കുന്നത്. പക്ഷേ ചരിത്രം മാറ്റി എഴുതാൻ, പക്ഷേ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ തിരുത്തി എഴുതാൻ പ്രയാസമാണ്, അസാധ്യമാണ്. അപ്പൊ ഇതാണ് എനിക്ക് രണ്ടാമതായിട്ട് പറയാം. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നാം ഇത് ഒരുമിച്ച് ചേർന്ന് സ്വതന്ത്രമായി ചിന്തിക്കുന്നു, അത്രമാത്രം. ഇത് ആരും ആരെയും ബൗദ്ധികമായി പരാജയപ്പെടുത്തുവാനോ ഏതെങ്കിലും വിധത്തിൽ ആളുകൾക്ക് സങ്കോചം വരുത്തുവാനോ ഉള്ള ഒരു ഉദ്യമമല്ല, അല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിജയവുമില്ല പരാജയവുമില്ല. ഒരുമിച്ച് അന്വേഷിക്കുന്നവർ എങ്ങനെയാണ് പരാജയപ്പെടുന്നത്? ഒരുമിച്ച് അന്വേഷിക്കുന്നവരിൽ ആരെയാണ് പരാജയപ്പെടുത്താൻ സാധിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ 100% മാറ്റിവെച്ചെങ്കിൽ മാത്രമേ സത്യസന്ധമായ തുറന്ന മനസ്സോട് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളുടെ ഉൾപ്പൊരുൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് 2 വിധത്തിലുള്ള സമീപനങ്ങൾ അല്ലെങ്കിൽ ചിന്താ സരണികൾ സാധ്യമാണ്. ഒന്ന്, നിലവിലിരിക്കുന്ന വ്യവസ്ഥിതി എന്ത് എന്ന് അനുസരിച്ച് അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് മാത്രം അതിൻ്റെ സാധ്യതകൾ എന്ത് എന്ന് മനസ്സിലാക്കുകയും അതിനപ്പുറത്തൊന്നുമില്ല എന്ന് ശഠിക്കുകയും ചെയ്യുക. ഇതൊരു സമീപനമാണ്. ആ സമീപനം സാധൂകരിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ മറ്റൊരു സമീപനമുണ്ട്. അതായത്, നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയിൽ കാര്യമായ പ്രശ്നമുണ്ട്, ഇത് നാം ആയിരിക്കേണ്ട അവസ്ഥയല്ല, ഇതിനേക്കാൾ വളരെ അഭികാമ്യമായ ഔന്നത്യമേറിയ മേന്മയേറിയ ഒരവസ്ഥയിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കും. ആ അവസ്ഥയുടെ സ്വഭാവവും പ്രത്യേകതയും അത് ആശ്രയിക്കുന്ന മർമ്മങ്ങളും നാം ഇപ്പോൾ കാണുന്ന ആശയങ്ങൾക്കും മർമ്മങ്ങൾക്കും വളരെ വ്യത്യാസമുള്ളതാണ്. അതിപ്രകാരമാണ്. തീർച്ചയായും കഴിഞ്ഞ 4000-5000 വർഷത്തെ മനുഷ്യനിർമ്മിതമായ ചരിത്രം നോക്കുമ്പോൾ ഇവിടെ അനീതി കൊണ്ട് ചെറുക്കുവാനാണ്, അല്ലെങ്കിൽ കൈബലം കൊണ്ട്, ഭുജബലം കൊണ്ട് ചെറുക്കുവാനാണ് ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ചരിത്രമാണ് മാനവചരിത്രം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ആരെയും കൊച്ചാക്കാനല്ല, ചില മിഥ്യകൾ മനുഷ്യരിൽ പകരാനല്ല, ഒരു പരിപാവനമായ വലിയ ഉദ്ദേശത്തോടു കൂടെയാണ്. അതെന്താണ്? നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ കാര്യമായ കെടുതികളുണ്ട്. ആ കെടുതികൾ നിലനിൽക്കുന്നത് ചില മർമ്മങ്ങളെ ആശ്രയിച്ചാണ്. അതിൽ സുപ്രധാനമായൊരു മർമ്മമാണ്, എല്ലാറ്റിനും പോകുംവഴി കയ്യൂക്കാണ്. അൺറെഗുലേറ്റഡ് അൺറെസ്ട്രിക്റ്റഡ് ഫെയ്ത്ത് ഇൻ വയലൻസ്. അത് പ്രശ്നങ്ങളുടെ പരിഹാരമല്ല, അത് പ്രശ്നമാണ്. ഇറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം, ദാറ്റ്സ് എ പ്രോബ്ലം ഇൻ ഇറ്റ് സെൽഫ്. ഈ ഒരു തിരിച്ചറിവ്, ഇത് ചരിത്രപരമായോ മനുഷ്യന്റെ അനുഭവത്തിലോ ശരിയാണോ തെറ്റാണോ നിങ്ങൾ ദയവായി ചിന്തിക്കും. ഇപ്പോൾ നിലവിലിരിക്കുന്ന സാഹചര്യത്തെ അങ്ങനെ മാത്രം നിലനിർത്തി അതിൻ്റെ പ്രശ്നങ്ങളൊന്ന് ലഘൂകരിക്കുക, അല്ലെ ആനുകൂല്യങ്ങൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ യേശു പറഞ്ഞ ആശയത്തെ ചെറുക്കുന്നതിൽ വലിയ ന്യായമുണ്ട്. എന്നാൽ അതല്ല, ശാശ്വതമായ സമാധാനം പ്രാപിക്കണം. ഇവിടെ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണ തേജസ്സിൽ വെളിപ്പെട്ടു വരണം. അങ്ങനെയുള്ള ഔന്നത്യമേറിയ ലക്ഷ്യത്തോടുകൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ ഒരു സമീപനവും സങ്കല്പങ്ങളും തികച്ചും അസ്ഥാനത്താണ്. അതിനെ അതിജീവിക്കാതെ മനുഷ്യന് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നാം ഇപ്പോൾ ഇങ്ങനെയുള്ള ആദർശങ്ങൾക്ക് എതിരെ എടുക്കുന്ന നിലപാടുകൾ നാം അവയെ പ്രാവർത്തികമായി പ്രയോഗിച്ചു നോക്കി അതിൻ്റെ ഫലങ്ങൾ രുചിച്ചറിഞ്ഞിട്ടല്ല, അത് ഒരു മുൻവിധി, ഒരു പ്രെജുഡിസ് എന്ന നിലയിൽ മാത്രമാണ്.
ഞാൻ ചില അവസരങ്ങളിലെങ്കിലും യേശുവിൻ്റെ ആദർശത്തെ പ്രാവർത്തികമായി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. സത്യം സത്യം സത്യം. ആ അവസരത്തിൽ മാത്രമേ എൻ്റെ അനുഭവത്തിൽ വിടുതൽ എന്ന് പറയുന്ന ആ വലിയ അത്ഭുതത്തിലേക്ക് പ്രവേശിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തു പറയാത്തതിൻ്റെ കാര്യം അത് ചില വ്യക്തികൾ ഉൾപ്പെടുന്നത് കൊണ്ടാണ്. അവരെ വെളിപ്പെടുത്താതെ എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അടയാളപ്പെടുത്തുവാൻ സാധ്യമല്ല. അങ്ങനെ അവരെ വെളിപ്പെടുത്തണമെങ്കിൽ അവരുടെ അനുവാദം വേണം. അനുവാദമില്ലാതെ ചെയ്യുന്നത് അധർമ്മമാണ്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള പ്രത്യേകമായ സംഭവങ്ങൾ, സ്പെസിഫിക് ഇൻസ്റ്റൻസ്, ആളും പേരും അതിൻ്റെ ആധികാരികതയിൽ കുറിച്ചുകൊണ്ട് നിങ്ങളുമായി പങ്കിടുവാൻ ഞാനിപ്പോൾ ശ്രമിക്കാത്തത്. നിങ്ങൾ ദയവായി വിശ്വസിക്കൂ, എൻ്റെ ജീവിതത്തിൽ വിടുതലിൻ്റെ അനുഭവം ഞാൻ എപ്പോഴെങ്കിലും കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിന്മയെ നഖശിഖാന്തം എതിർത്തിട്ടല്ല. തിന്മ എന്ന് പറയുന്ന ആ മർമ്മം പ്രവർത്തിക്കുന്ന രീതിയിൽ നിന്ന് അല്പം ഉന്നതമായ ഒരു മർമ്മത്തിൽ കൂടെ പ്രവർത്തിച്ചപ്പോൾ മാത്രമേ എനിക്ക് അതിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധ്യമാകാനായിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഭാരതവും പാകിസ്ഥാനും നമ്മുടെ സാഹചര്യം നോക്കാം. നാം തിന്മയ്ക്ക് പകരം തിന്മ, അത് നന്മയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കയ്യൂക്ക് കൊണ്ട് ടെററിസ്റ്റ് ആരാണ്? കയ്യൂക്കിൽ മാത്രം അക്രമത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകൾ. അപ്പോൾ ആ തിന്മയെ ഇല്ലാതാക്കുവാൻ അതിനേക്കാൾ വലിയ കയ്യൂക്ക് പ്രയോഗിച്ചാൽ മതി എന്നത് ആധുനിക ലോകത്തിൻ്റെ ഇഹലോക മനുഷ്യ ചിന്താഗതിയുടെ ഏറ്റവും മുഖ്യമായ വിശ്വാസ പ്രമാണമാണ്. ഞാൻ സമ്മതിക്കുന്നു, യാതൊരു സംശയമില്ല. അങ്ങനെ അല്ല എന്ന് പറയുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലും എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് ഞാൻ സമ്മതിക്കും. അത് അറിവില്ലാതെ അല്ല ഞാൻ ഈ പറയും. പക്ഷേ നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊള്ളുകയും അങ്ങനെ എൻ്റെ ഒരു പല്ല് പറിച്ചാൽ അവൻ്റെ കീത്താടിയും കൂടി ഞാൻ പറിക്കും എന്ന് പറയുന്ന ഈ സമീപനത്തിൽ കൂടെ യാതൊരു വിടുതലും ഉണ്ടാകുകയില്ല. എ ബ്രേക്ക് ത്രൂ ഈസ് അട്ടർലി ഇമ്പോസിബിൾ എലോങ് ദിസ് അപ്രോച്ച് ആൻഡ് ലൈൻ ഓഫ് തോട്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് ചരിത്രം നമുക്ക് നൽകുന്ന അനേക സാക്ഷ്യം ഉണ്ട്, സംഭവങ്ങളുണ്ട്. അവയൊക്കെയും നാം പരിഗണിക്കുന്നതിൽ ഭയം പൂണ്ടിട്ട്, കാരണം നാം ഇന്നത് വിശ്വസിക്കണമെന്ന് താല്പര്യപ്പെടുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചരിത്രത്തിൻ്റെ എല്ലാ മുഖ്യ സംഭവങ്ങളും നമ്മെ വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയെ നാം പരിഗണിക്കുന്നത്, അതിനെപ്പറ്റി ചിന്തിക്കരുത്. ഇത് ദയവായി നാം മനസ്സിലാക്കണം. ഈ ആശയത്തെ ഉൾപ്പെടുത്തിയാണ് ഷേക്സ്പിയർ ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകം എഴുതിയിട്ടുള്ളത്. ജൂലിയസ് സീസർ റോമിൻ്റെ റിപ്പബ്ലിക്കൻ ഭരണരീതിക്ക് ശത്രുവായി എന്ന ഒരു ധാരണയുണ്ടാക്കിയിട്ട് കഠാര കൊണ്ട് അവനെ കുത്തിക്കൊന്നു. അതോടുകൂടെ റോമിൻ്റെ പ്രശ്നം എന്നേക്കുമായി പരിഹരിച്ചു എന്ന് വിശ്വസിച്ച ആളുകൾ തികച്ചും മണ്ടന്മാരായിരുന്നു എന്നാണ് ഷേക്സ്പിയർ നാടകത്തിൽ പറയുന്നത്. സീസറിന്റെ ശരീരം നിങ്ങൾക്ക് കഠാര കൊണ്ട് കുത്തിക്കീറാം, സീസറിന്റെ ആത്മാവ് പൂർവാധികമായ ബലത്തിൽ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ശരീരത്തെ കൊല്ലുന്നതിലല്ല, ആത്മാവിനെ അതിജീവിക്കുന്നതിലാണ് ഈ അക്രമത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും ആത്മാവിനെ അതിജീവിക്കുവാൻ പര്യാപ്തമായ ഒരേ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ് മാത്രമാണെന്ന യേശുവിൻ്റെ കണ്ടുപിടുത്തം 100% ശരിയാണ്. അത് മാത്രമേ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ, അനുഭവത്തിൽ ഒരു സത്യമുള്ളൂ, ഒരു ശരിയുള്ളൂ എന്നതാണ് ഇന്നത്തെ സത്യം. കേൾക്കാൻ ചെവിക്കുവാൻ കേൾക്കട്ടെ. അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇവരുമായി പങ്കിട്ട സെർമണിൽ കൂടെ ചില ചിന്തകൾ ഏവരുമായി പങ്കിടുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു അതുകൂടെ സൂചിപ്പിച്ച് നിർത്താൻ പോകുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ ഈ തരുണത്തിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കുന്ന സാധ്യത നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അവ ജനമധ്യത്തിൽ അല്ലെങ്കിൽ ജനബോധ്യത്തിൽ പെടുത്തുവാൻ ഞാൻ സാഹസികത കാണിച്ചത് എന്നിവിടെ സൂചിപ്പിക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്, അല്ലെങ്കിൽ എനിക്കുണ്ട്. അത് നിങ്ങളോടുള്ള എൻ്റെ കടമയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ അനുഭവത്തിൽ കൂടെയും യേശുവിൻ്റെ പഠിപ്പീരുകളെ മനനം ചെയ്തതിൽ കൂടെയും
മനസ്സിലാക്കിയ വിലയേറിയതെന്ന്, വളരെ വിലയേറിയതെന്ന് ഞാൻ കരുതുന്ന ഒരു തിരിച്ചറിവുണ്ട്. അത് ഈ തരുണത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. അതെന്താണ്? മനുഷ്യരാശിയുടെ സ്വാതന്ത്ര്യത്തിന് രണ്ട് തലങ്ങളുണ്ട്, രണ്ട് മുഖങ്ങളുണ്ട്. ആന്തരികമായ സ്വാതന്ത്ര്യം, ബാഹ്യമായ സ്വാതന്ത്ര്യം. ഇപ്പോൾ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം ബാഹ്യമാണ്. സാമൂഹ്യവും ധനപരവുമായ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഫ്രീഡം, അത് ബാഹ്യമായ ഫ്രീഡമാണ്. എന്നാൽ ആന്തരികമായ ഒരു സ്വാതന്ത്ര്യമുണ്ട്, അതിന് സ്പിരിച്വൽ ഫ്രീഡം എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ആന്തരികമായ ഒരു സ്വാതന്ത്ര്യമാണ് ചിന്തിക്കുന്നതിനുള്ള ഇൻ്റലക്ച്വൽ ഫ്രീഡം. സ്പിരിച്വൽ ഫ്രീഡം, ഇൻ്റലക്ച്വൽ ഫ്രീഡം, ഇത് രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് എന്നാണ് അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ സഭകളൊക്കെയും ഇത് രണ്ടും ഒന്നിന് ഘടകവിരുദ്ധമാണെന്നാണ് പഠിപ്പിക്കുന്നത്. അവരെന്തുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് അവർക്കറിയാം. നിങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെയുള്ള പഠിപ്പിൽ തികച്ചും മനുഷ്യത്വത്തിൻ്റെ നന്മയ്ക്ക് വലിയ അപകടം വരുത്തുന്നതാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്നവർ മനുഷ്യന്റെ നന്മയിലാക്കാൻ പ്രവർത്തിക്കുന്നവരല്ല എന്നത് 100% വെളിപ്പെട്ട് വന്നിട്ടുള്ള കാര്യമാണ്. പോട്ടെ, ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ ഈ ആന്തരികമായ സ്വാതന്ത്ര്യം, ആത്മീയമായ സ്വാതന്ത്ര്യമാണെങ്കിലും ബൗദ്ധികമായ സ്വാതന്ത്ര്യം ആണെങ്കിലും, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ത് എന്ന് ഈ തരുണത്തിൽ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. അത് അറിയണമെങ്കിൽ ആത്മീയവും ബൗദ്ധികമായ അടിമത്വം എന്താണ് എന്ന് ആദ്യമേ മനസ്സിലാക്കി. എന്താണ് അടിമത്വം എന്ന് പറഞ്ഞാൽ, നാം നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കണമെന്ന് നാം അല്ല തീരുമാനിക്കുന്നത്, നമുക്ക് വെളിയിലുള്ളവരാണ് തീരുമാനിക്കുന്നത് എങ്കിൽ നാം അവരുടെ അടിമകളാണ്. മതമേഖല അടിമത്വത്തിൻ്റെ മേഖലയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ മർമ്മം ഇത് തന്നെയാണ്. നാം എന്ത് വിശ്വസിക്കണം, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നാം എങ്ങനെ മനസ്സിലാക്കണം, നാം മറ്റുള്ളവരെ പറ്റി എന്ത് ചിന്തിക്കണം, അതുകൊണ്ട് അവരോട് എപ്രകാരം ഇടപെടണം, നാം യേശുവിൻ്റെ പഠിപ്പീരുകളെ ശ്രദ്ധിക്കണമോ വേണ്ടയോ, അതിലേത് വിശ്വസിക്കണമോ ഏത് വിശ്വസിച്ചുകൂടാ, നാം എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം എങ്ങോട്ടോ തിരിഞ്ഞു നിന്നുകൂടാ, ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ല, വേറെ ആരോ ആണ്. ഇത് അടിമത്വത്തിൻ്റെ മേഖല തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ആന്തരികമായ സ്വാതന്ത്ര്യം, അതിൻ്റെ രണ്ട് മുഖങ്ങൾ, ആത്മീയവും ബൗദ്ധികവും, അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. മനുഷ്യന്റെ ആന്തരിക സ്വാതന്ത്ര്യത്തെ നിലനിർത്തുവാൻ അവന് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയാം. ഇപ്പോഴിരിക്കുന്ന സങ്കല്പങ്ങളിൽ നിന്ന് വേറിട്ട സങ്കല്പങ്ങളിലേക്ക് കടന്നു പോകുക. ഇപ്പോൾ പൊന്തി വന്ന സാധ്യതകൾക്ക് വ്യത്യസ്തമായ സാധ്യതകളെ പരിഗണിക്കാം. ഇത് യേശുവിൻ്റെ അനുഭവത്തിൽ കൂടെ പറയുമ്പോൾ അത് കുറച്ചുകൂടെ വലിയ ആധികാരികത പ്രാപിക്കുമെന്നുകൊണ്ട് ഞാനത് ചെയ്യട്ടെ. യേശുവിൻ്റെ പരീക്ഷകൾ, ദ ടെംപ്റ്റേഷൻസ് ഓഫ് ജീസസ്, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും. സാത്താൻ പറയുന്നു, നിനക്ക് നന്നായി വിശക്കുന്നില്ലേ, 40 ദിവസമായില്ലേ വന്ന് കഴിച്ചിട്ട്, നിന്റെ വയറ്റിൽ ഇപ്പോൾ ഗോതമ്പിട്ടാൽ അത് കരിഞ്ഞു പോകും, അത്ര വിശപ്പാണ്, ഒരു പ്രയാസവുമില്ല, കല്ലിനെ അപ്പമാക്കാനുള്ള കഴിവ് നിനക്കുണ്ട്, അതുകൊണ്ട് ഈ കിടക്കുന്ന കല്ലുകളെ അപ്പമാക്കുന്നതിന്റെ വിശപ്പിനെ ശമിപ്പിച്ചുകൂടെ എന്ന് പറയുമ്പോൾ, അത് ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ പരമപ്രധാനമായ ഏറ്റവും അഭികാമ്യമായ യുക്തിയും സാധ്യതയുമാണ്. അല്ല, അതിൽ നിന്ന് വേറിട്ടൊരു സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയുന്നവൻ മാത്രമാണ് ആന്തരികമായ സ്വാതന്ത്ര്യമുള്ളത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ സ്വാതന്ത്ര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്, അതുകൊണ്ട് മനുഷ്യരാശി അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ ഞാൻ വന്നതാണ് എന്നാണ് എൻ്റെ അർത്ഥം. മറ്റ് 2 പരീക്ഷകൾ കൂടെയുണ്ട്, ഞാനത് ഓരോന്നും എടുത്ത് വിശദീകരിച്ച സമയം പോകും. രണ്ടിലും ഈ മർമ്മം നിങ്ങൾക്ക് കാണാൻ കഴിയും. ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിൽ കൂടെ ഞാൻ അവതരിപ്പിക്കാൻ തത്രപ്പെടുന്ന ആശയങ്ങൾ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും ഇപ്രകാരമുള്ളത് തന്നെയാണ്. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ മനോഹരമായി അവതരിപ്പിച്ച് എല്ലാവരുടെയും കൈയടി വാങ്ങിച്ച് സുഖിക്കണം എന്ന യാതൊരു താല്പര്യവും എനിക്കില്ല. നിലവിലിരിക്കുന്ന സങ്കല്പങ്ങൾ മനുഷ്യരുടെ വ്യക്തിപരവും സാമൂഹ്യവുമായ നന്മയ്ക്ക് വിഘടമാണ് എങ്കിൽ
അവയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയ്ക്ക് വ്യത്യസ്തമായ, അതിൽ നിന്ന് മേൽത്തരമായ സാധ്യതകളിലേക്ക് ഒരു വിരൽ ചൂണ്ടലായി നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ പ്രവാചകന്മാരെ കല്ലെറിയുന്നൊരു സ്വഭാവം മനുഷ്യ സ്വഭാവത്തിന്റെ അടിത്തറയിലുണ്ട് എന്ന് യേശു പറഞ്ഞതിനെ ഒരിക്കലും മറക്കാതെ, എല്ലാവരും സംശയിക്കപ്പെട്ടും വെറുക്കപ്പെട്ടും പലരും ഇവൻ ഞങ്ങളുടെ കുലശത്രുവാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കത്തക്കവണ്ണമുള്ള ഒരു അസാഹചര്യം മനഃപൂർവ്വം ഏറ്റുവാങ്ങി, അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല എങ്കിലും അത് ഇങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കുന്നതിൽ നാം അംഗീകരിക്കേണ്ട, അല്ലെങ്കിൽ നാം കൊടുക്കേണ്ട വിലയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള കുരിശ് എന്ന് മനസ്സിലാക്കി ഈ മേഖലയിൽ ആത്യന്തികമായ നിലനിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ദയവായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ പഠിപ്പീരുകൾ ഒന്നും തന്നെ, ഇവിടെയാണ് ക്രിസ്ത്യാനികൾക്ക് വ്യക്തത വരേണ്ടത്. യേശുവിൻ്റെ പഠിപ്പീരുകളിൽ ഒന്നും തന്നെ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയുടെ അല്പം പുഞ്ചിരിയോ പഞ്ചാരയോ കാണിക്കുന്നതല്ല. യേശുവിൻ്റെ പഠിപ്പീരുകളെല്ലാം തന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി, ഇതിന് ബദലായി, ഇതിൽ നിന്ന് വളർത്തലും വ്യത്യസ്തമായി വേറൊരു ജീവിത സങ്കല്പം, ഒരു ജീവിത ദർശനം, അതാണ് ദൈവരാജ്യ സങ്കല്പം എന്ന് പറയുന്നത്, ദ വിഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. അതിനോട് ബന്ധമുള്ള കാര്യങ്ങളാണ് യേശു പറയുന്നത്. മനുഷ്യൻ സൃഷ്ടിച്ച ഈ സംസ്കാരത്തിൽ ഒരു പല്ലിന് പകരം ഒരു പല്ലും, ഒരു കണ്ണിന് പകരം ഒരു കണ്ണും മാത്രമേ ഏറ്റവും മഹനീയമായി മനുഷ്യൻ പ്രതികരിച്ചാൽ സാധ്യമാകുകയുള്ളൂ എന്ന് യേശുവിന് പറയാം. പക്ഷെ നിന്റെ ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് നാം ഇപ്പോൾ കാണുന്ന ഈ ലോക വ്യവസ്ഥിതിക്ക് പൗഡർ ഇടാനോ തലമുടി ചെയ്യാനോ അല്ല. ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഒരു ജീവിത ദർശനത്തെ ഈ ലോകത്തിൽ നട്ടുപിടിപ്പിക്കാനാണ്. അതിലേക്ക് നമുക്ക് താല്പര്യമുണ്ടോ? ആ ഒരു സാധ്യതയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? അതിൽ നാം പ്രത്യാശ വയ്ക്കുന്നുണ്ടോ? അത് സാധ്യമാണെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ലോകത്തിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതി മാത്രമാണ് അഭികാമ്യമെന്നും, അല്ല അത് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നും, ബാക്കിയെല്ലാം കടങ്കഥകളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും. അവരും ക്രിസ്തുവിൻ്റെ പേര് പറയുന്നുണ്ട്. അവരെ പറ്റി യേശു പർവ്വത പ്രസംഗത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാം. സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഈ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ദയവായി ഇതിൽ വ്യക്തതയുണ്ടാകണം. യേശു പറയുന്ന ഒരു കാര്യവും നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിക്ക് കുറച്ചുകൂടെ ഒരു കോസ്മെറ്റിക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ളതല്ല. ഇതിനെ അസാധുവാക്കി, ഇതിനെ റദ്ദ് ചെയ്ത് ഒരു പുതിയ ജീവിത ദർശനവും ജീവിത രീതിയും ദൈവരാജ്യ സങ്കല്പം എന്ന ആശയത്തിൽ കൂടെ യേശു അവതരിപ്പിക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ചേർത്ത് വായിച്ചാൽ മാത്രമേ യേശുവിൻ്റെ ആശയങ്ങളുടെ ആഴവും പ്രസക്തിയും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. നിങ്ങളിത് കൂടുതലായി ഇതിനെപ്പറ്റി ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയും. ഏവർക്കും നമസ്കാരം.